കേരളക്കരയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലെത്തി പാടുപെട്ട് പണിയെടുക്കുന്ന മുജാഹിദുകളുടെ കൈകളിൽ നിന്ന് വാങ്ങിയ 70-ലധികം ലക്ഷം രൂപ ഈ പ്രസ്ഥാനത്തിനെതിരെ ഉപയോഗപ്പെടുത്തിയവർക്ക് എന്ത് പരലോകബോധവും എന്ത് സലഫിയത്തുമാണുള്ളത് എന്ന് അവരോടാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ വിശദീകരണങ്ങളുമായി PN അബ്ദുൽ ലത്തീഫ് മദനി രംഗത്ത് വന്നു. PN അബ്ദുൽ ലത്തീഫ് മദനിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആദരവുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ടായിരുന്നു, ആദരിച്ചിരുന്നു മുജാഹിദ് പ്രസ്ഥാനം. അരീക്കോട്ട് സുല്ലം മുസ്തലാമിന്റെ സ്ഥാപനങ്ങളുടെ സമ്മേളനത്തിനു വേണ്ടി കുവൈത്തിലെ ഹിയ തുറാസിന്റെ നേതാക്കന്മാരായ അബ്ദുള്ള സബത്തെന്ന് അരീക്കോട് കടന്നു വരികയും KP മുഹമ്മദ് മൗലവിയെ പോലുള്ള പണ്ഡിതന്മാർ അന്ന് അരീക്കോട് വെച്ചൊരു ചെറുപ്പക്കാരനെ ആ നേതാക്കന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം അന്ന് കുവൈത്തിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. മുജാഹിദ് പണ്ഡിതന്മാരുടെ കാരുണ്യം കൊണ്ട് കുവൈത്തിലെത്തുകയും ആ കുവൈത്തിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലെറ്റർ പേഡ് ഉപയോഗിച്ചും സീൽ ഉപയോഗിച്ചും അദ്ദേഹം അവിടെ നേടിയെടുത്ത സ്ഥാനമാനങ്ങളൊന്നും മുജാഹിദുകൾക്ക് മറക്കാറായിട്ടില്ല. എന്നിട്ട് മുജാഹിദ് സമ്മേളനത്തിനു വേണ്ടി പിരിച്ചെടുത്ത പണം സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, സംഘടിതമായ ദുഷ്ടലാക്കുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങളുമായി അദ്ദേഹം രംഗത്ത് വരികയുണ്ടായി. എന്താ അദ്ദേഹം വിശദീകരിച്ചത്? എന്താണ് അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് കരുതിയത്? നേതാവാക്കുമായിരുന്നു. വാർദ്ധക്യ കാലഘട്ടത്തിൽ കേരളക്കരയിലേക്ക് തിരിച്ചു വരുമ്പോൾ KPയും APയും ഒക്കെ ഇരിക്കുന്ന കസേരകളിൽ ഒന്നിരിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ മുജാഹിദുകൾ അത് അംഗീകരിക്കുമായിരുന്നു. പക്ഷേ ആദർശത്തിന്റെ കാര്യത്തിൽ, ആദർശ വിഷയത്തിൽ നട്ടലിന്റെ സ്ഥാനത്തൊരു വാഴനാരെങ്കിലും PN അബ്ദുൽ ലത്തീഫ് മദനിക്കുണ്ടായിരുന്നെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം അത് അംഗീകരിക്കുമായിരുന്നു. പക്ഷേ തൗഹീദിന്റെ കാര്യത്തിലും ആദർശത്തിന്റെ കാര്യത്തിലും വിശുദ്ധിയില്ലാത്തവർക്കുള്ളതല്ല കേരള ദുവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനവും ആ കസേരയുമെന്ന് അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ 65 ദീനാറാണ് പിരിച്ചത്. അദ്ദേഹം ഈ ISM-ന്റെയും MSM-ന്റെയും ഈ കഴിഞ്ഞ പിരിച്ചുവിടപ്പെട്ട സംസ്ഥാന സമിതിയെ പിരിച്ചുവിടുന്ന യോഗത്തിൽ, അതിനെ മാറ്റി നിർത്തുന്ന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, എന്റെ 1.5 മാസത്തെ ശമ്പളം KNM-ന്റെ സമ്മേളന ഫണ്ടിലേക്ക് നൽകിയെന്ന് പറഞ്ഞ ആളായിരുന്നു ഈ PN അബ്ദുൽ ലത്തീഫ് മദനി. 3.5-4 ലക്ഷത്തോളം രൂപ 1.5 മാസത്തെ ശമ്പളം കേരള ദുവത്തുൽ മുജാഹിദീന്റെ സമ്മേളന ഫണ്ടിലേക്ക് നൽകിയെന്ന് 10, 15, 20, 30-ലധികം ആളുകളെ സാക്ഷി നിർത്തി പറഞ്ഞ PN അബ്ദുൽ ലത്തീഫ് മദനി ഈ സക്കരിയ മൗലവിക്ക് വേണ്ടി കളവ് പറയുന്നത് 65 ദീനാറാണ് ഞങ്ങൾ അവിടെ നിന്ന് ശേഖരിച്ചതെന്ന്. എക്സിക്യൂട്ടീവിൽ പങ്കെടുത്ത ആളുകളെ സാക്ഷികളായിട്ട് ഹാജരാക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് കഴിയും. PN അബ്ദുൽ ലത്തീഫ് മദനി കളവ് പറയുന്ന ഏർപ്പാടുകൾ നിർത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. താങ്കൾക്ക് എന്തെങ്കിലും